ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ചെയ്യാൻ പോകുന്ന ഡിസൈൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ തന്നെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കുറേ അധികം ഡിസൈൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ദയവായി കണ്ടു നോക്കൂ. അപ്പോൾ കുറേ കൂടി നല്ല ഡിസൈൻസ് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ആ ഡിസൈൻസ് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ഇതൊരു ഇപ്പോൾ ഹിജാബ് ഡിസൈൻ ഇടുന്നവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ് വേണം എന്ന് പറഞ്ഞ് കുറേ നമ്മുടെ ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെയുള്ളവർക്കും അങ്ങനെ നമുക്ക് ടോപ്പിലോ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിവിടെ ഈ ഫ്രഞ്ച് നോട്ട് വെച്ച് തന്നെയാണ് ഈ ഡിസൈൻ ചെയ്യുന്നത്. ഇവിടെ ഇത്രയും ഭാഗത്താണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇത് ഹിജാബ് ഇടുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടെ താഴേക്ക് വേണമെങ്കിൽ ആക്കി ചെയ്യാം. അങ്ങനെ ചെയ്യാവുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് ഇതുപോലെ ഒരു ബോർഡർ വരത്തില്ല. നമ്മളിവിടെ ഫ്രഞ്ച് നോട്ട് കൊണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കും. എത്ര ലെങ്ത്തിൽ വേണമെന്ന് വെച്ചാൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലവേഴ്സ് 3 ലെയറായിട്ട് ഫ്ലവേഴ്സ് കൊടുക്കും. എന്നിട്ട് നമ്മൾ ബീഡ്സ് വെച്ചിട്ട് ഇതുപോലുള്ള ബീഡ്സ് ഉണ്ടല്ലോ, ഇതുപോലുള്ള ബ്ലാക്ക് ബീഡ്സ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഇത് വെച്ചിട്ട് ഒരു സിക്സാഗ് പാറ്റേണിൽ ഒരു മെയ്സ് ഒക്കെ പോലെ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, ഇഷ്ടമുള്ള പാറ്റേണിൽ ഇതുപോലെ ഡിസൈൻ ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ കഴുത്തിലേക്കും ചെയ്യും. ഇങ്ങനെയാണ് ഒരു സിക്സാഗ് പാറ്റേണിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്കത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഭംഗിയായിട്ട് തോന്നത്തില്ല, പക്ഷേ ചെയ്യുമ്പോൾ വളരെ നല്ല ഭംഗിയായിരിക്കും. പ്രത്യേകിച്ച് ഈ ബീഡ്സിന് നല്ലൊരു തിളക്കം ഉണ്ടായതുകൊണ്ട് വളരെ നല്ല ഭംഗിയായിട്ടായിരിക്കും ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എത്ര ഡീപ്പായിട്ട് കഴുത്ത് വേണമെന്ന് വെച്ചിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഡിസൈൻ ഈ കഴുത്തിൻ്റെ മിഡിലായിട്ട് തന്നെ ഒരു മാർക്ക് കൊടുക്കാം. അപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യത്തെ ഫ്ലവർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ലൈൻ വരച്ചു കൊടുത്താൽ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ വരണമെന്ന്. അപ്പോൾ ഇവിടെ ഫുൾ നമ്മൾ ഫ്ലവർ ഡിസൈൻ ചെയ്യാൻ പോവുക. ഫ്രഞ്ച് നോട്ട് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിസൈൻ എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ മിഡിലിൽ ഒരു ഫ്രഞ്ച് നോട്ട് കൊടുക്കാൻ പോവുക. ഇനി നമ്മൾ ചുറ്റും ഫ്ലവേഴ്സ് ഉണ്ടാക്കി കൊടുക്കുക. ഈ മിഡിലിൽ ചെയ്ത ഈ ഫ്രഞ്ച് നോട്ട് ചുറ്റുമാണ് നമ്മൾ അടുത്ത ബാക്കി ഫ്രഞ്ച് നോട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ മിഡിലിൽ കൊടുക്കുന്നതിന് ചുറ്റും നമ്മൾ ചെറിയ ബീഡ്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊരു ബീഡ് കൊണ്ട് ഒരു റിങ് കൂടെ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഫ്രഞ്ച് നോട്ട് കൊടുക്കാം ചുറ്റും. ഈ ഒരു ഫ്ലവർ കൊടുത്തേക്കുന്ന പോലെ നമുക്ക് താഴേക്ക് ഒരു 7 എണ്ണം കൊടുക്കാം. എത്ര ഡിസ്റ്റൻസ് വേണം എന്നൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം കേട്ടോ ഇതിൽ. അപ്പോൾ ഇത് കുറേ ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്തിരുന്നു ഹിജാബ് ഇടുന്നവർക്ക് അത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഈ എല്ലാ ഡിസൈൻസും നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അത് എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻസാണ് നമ്മൾ ചെയ്യുന്നതെല്ലാം.
ഇതുപോലെ തന്നെ ഇവിടെയും ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഡിസൈൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ കണ്ടത് ഫ്രീ ഹാൻഡ് ആയിട്ട് പെൻസിൽ വെച്ച് ജസ്റ്റ് വരച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇതുപോലുള്ള ബ്ലാക്ക് ബീഡ്സ് ഇവിടെ കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ കൊടുക്കുന്നതെന്ന് നോക്കാം. അത് ആദ്യം കഴുത്തിൽ മാർക്കിങ്ങിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട പാറ്റേണിൽ ഈ ഒരു ബീഡ്സ് കൊടുത്ത് ഇവിടെ വർക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒരു ഓവൽ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നീളത്തിലോ ഒക്കെ കൊടുത്ത് ഈ ഡിസൈൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ നടുക്ക് കൊടുക്കുന്ന ഫ്രഞ്ച് നോട്ട് ചുറ്റും കുറച്ച് ചെറിയ ബീഡ്സ് കൊടുത്താലും കാണാൻ നല്ല ഭംഗിയായിരിക്കും. അത് ഒരെണ്ണം കാണിക്കാം. ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഡിസൈൻ ഫിനിഷ് ചെയ്യാം. കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. ഈ ബീഡ്സ് വർക്ക് ചെയ്യാൻ മാത്രമാണ് നമുക്ക് കുറച്ച് സമയം അധികം എടുക്കുന്നത്. ബാക്കിയെല്ലാം നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.